എന്റേതു മാത്രം അവസാന ഭാഗം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്തെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ മാത്രം മതി എനിക്ക് ആ സ്നേഹം. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. ആ വിരഹത്തിനൊരു മധുരമുണ്ട്. ആൾ പറഞ്ഞതും അവനത് കേട്ട് പുറത്തേക്ക് പോയി. പ്രിയ അവിടെ ആകും നോക്കി. മോളെ, ഡ്രസ്സ് അലമാരയിലുണ്ട്, കുളിച്ച് ഫ്രഷായി താഴേക്ക് വാട്ടോ, രാധിക പറഞ്ഞു. പ്രിയ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഒരു ചുവന്ന ടോപ്പും പാൻറ് എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിൽ കയറി. ഫ്രഷായി ഇറങ്ങി കണ്ണാടിയിൽ കൂടി അവൾ നോക്കിയത് കഴുത്തിലെ താലി കണ്ട് അതെടുത്ത് അവൾ ചുംബിച്ചു. ഒന്നൊരുങ്ങി അവളും താഴേക്ക് ചെന്നു. പ്രിയെ കണ്ടവും സന്ദീപും മുഖം തിരിച്ചു. അപ്പോഴൊരു പുഞ്ചിരി അവൾ അവന് വേണ്ടി നൽകി. പ്രിയയുടെ വീട്ടുകാരൊക്കെ വന്നിരുന്നു അവിടേക്ക്. സുമതിയെ കണ്ടതും പ്രിയ അവരെ ചെന്ന് പിടിച്ചു. എല്ലാവരോടും കാര്യം പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ പ്രിയ സുമതിയും കൊണ്ട് റൂമിലേക്ക് പോയി. അമ്മയ്ക്ക് എങ്ങനെയറിയായിരുന്നു നിന്റെ ഇഷ്ടം? സ്വന്തം മക്കളെ അമ്മയേക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആർക്കും ആവില്ല മോളെ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അത് സന്ദീപിന് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. നീ കാവ്യയോട് പറയുന്നില്ല എന്ന് ഞാൻ കേട്ടു. നിന്റെ ആഗ്രഹം നടത്തി തരിക എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം അമ്മ, ആ കുട്ടി? പ്രിയ സംശയത്തോടെ ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവളെ ഞാൻ കണ്ടിരുന്നു നിന്റെ പ്രണയം അറിഞ്ഞതിന് ശേഷം. അന്ന് എന്നോട് അവൾ പറഞ്ഞിരുന്നു അവൾ മറ്റൊരാളായിട്ട് പ്രണയത്തിലാണെന്ന്. നിന്റെ കാര്യം ഞാൻ ജ്യോതിയോട് പറഞ്ഞു. അന്ന് നീ അവൾക്ക് കൊടുത്ത നമ്പർ അവളുടെ അമ്മ വാങ്ങി കീറിക്കളഞ്ഞു. അതുകൊണ്ടാ ആ കുട്ടി വിളിക്കാണ്ടിരുന്നു. ഞാൻ അവളോട് പറഞ്ഞ് വിവാഹ ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാൻ. ഞാൻ പറഞ്ഞുകൊണ്ടാ അവൾ ഉറക്ക ഗുളിക കഴിച്ച്. അതും ഒരെണ്ണം. അതിൻ്റെ മയക്കത്തിൽ വീണതാ അവള്. ഹോസ്പിറ്റലൊക്കെ അവൾ തന്നെ എല്ലാം മാനേജ് ചെയ്തു. ഇതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ല. നിനക്ക് നീ ആഗ്രഹിച്ച ജീവിതം കിട്ടി. അവൾക്ക് അവൾ ആഗ്രഹിച്ചു. ആ കുട്ടിയുടെ താലികെട്ട് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ച് ആ കുട്ടിയുടെ ആഗ്രഹം പോലെ അവൾ സ്നേഹിച്ചവൻ അവളെ താലി കെട്ടി. സുമതി പറഞ്ഞു. പ്രിയ അതൊക്കെ കേട്ട് സന്തോഷം കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. സോറി അമ്മേ, ഞാൻ അമ്മയെ ഒരുപാട് കുറ്റപ്പെടുത്തി. എൻ്റെ അമ്മ എന്നും എനിക്ക് നല്ലതേ ചെയ്യുന്നു മനസ്സിലാക്കാൻ അന്ന് എനിക്കായില്ല. അതൊന്നും സാരമില്ല. നിന്റെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. സ്നേഹം കൊണ്ട് കീഴടക്കാനാവാത്ത ഒന്നുമില്ല. നിന്റെ പ്രണയം കൊണ്ട് അവനെ നീ നിന്നിലേക്ക് കൊണ്ടുവരണം. അത് നിനക്കാവും. സുമതി പറഞ്ഞു. പ്രിയ അതിന് പുഞ്ചിരിച്ചു. എല്ലാവരും മടങ്ങിപ്പോയതും പ്രിയ ലച്ചുവിൻ്റെ ഒപ്പം തന്നെയായിരുന്നു. വൈകുന്നേരമായതും ലച്ചു രാധികയും കൂടി അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ആനന്ദിന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സന്ദീപ് റൂമിലേക്ക് വന്നു. കാലിയായ പാൽ ഗ്ലാസ് കണ്ട് അതിലേക്ക് നോക്കിയിട്ട് ബെഡിൽ കിടന്നുറങ്ങുന്നവളെ നോക്കി. അത് കണ്ടതും അവളെ വിളിക്കാനെന്ന പോലെ അവൻ വന്നതും അവളുടെ ഉറക്കം കണ്ടവൻ വേണ്ടെന്ന് വെച്ച് ഷീറ്റ് എടുത്ത് തറയിൽ വിരിച്ച് അവിടെ കിടന്നു. രാവിലെ എഴുന്നേറ്റതും തറയിൽ കിടക്കുന്ന സന്ദീപിനെ കണ്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മേലേക്ക് പുതപ്പ് മൂടിക്കൊണ്ട് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. അവളുടെ മുടിയിലെ വെള്ളം അവന്റെ മുഖത്തേക്ക് തട്ടിച്ചതും അവൻ കണ്ണു തുറന്നു. മുന്നിൽ പ്രിയയെ കണ്ട് അവൻ ചാടി എണീറ്റു. പെട്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തും അവൻ അവളെ തുറിച്ചു നോക്കി. എന്തിനാടി എന്റെ മുഖത്ത് വെള്ളം വീഴ്ത്തിയത്? ഞാനോ? എപ്പോ? തറയിൽ കിടന്ന പലതും വീഴും. അതും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ പണി തുറന്നു. അത് കണ്ടതും അവൻ പല്ലും കടിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബെഡിൽ കിടന്നു. ദേ, ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പ്രിയ പറഞ്ഞതും അവൻ തലവൊക്കി നോക്കി. നിന്റെ സഹായം എനിക്ക് വേണ്ട. ഭാര്യയുടെ കടമകൾ ഞാൻ ചെയ്യുന്നതിന് സന്ദീപിന് സമ്മതം എനിക്കും വേണ്ട. അതും പറഞ്ഞ് അവൾ പോയി. അവനുള്ള ചായയുമായി വന്നതും അപ്പോഴവൻ കിടക്കുകയാണ്. ചായ. വീണ്ടും അവളുടെ ശബ്ദം കേട്ടതും അവൻ തലവൊക്കി നോക്കി. അറിയാം, എന്നാ പറയാമായിരുന്നെന്ന് നേരത്തെ പറഞ്ഞു തന്നെയാ ഇപ്പോഴെനിക്ക് പറയാനുള്ളത്. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷെ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന എൻ്റെ സന്തോഷമാണ്. അതുകൊണ്ട് ഇതൊന്നും നീ തടയരുത്. ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ. പ്രിയ അത് പറഞ്ഞു പോയതും അവനത് കേട്ട് തലയും ചൊറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷായി വന്നു. അവളെടുത്ത് വെച്ച ഡ്രസ്സ് കണ്ടതും അതിലേക്ക് നോക്കിയിട്ട് വേറെണ്ണെടുത്ത് വീണ്ടും ആ ഡ്രസ്സിലേക്ക് നോക്കി. അവൾ പറഞ്ഞത് അവൻ ഓർത്തതും എടുത്ത് തിരിച്ചു വെച്ച് അവൾ എടുത്ത് വെച്ച ഡ്രസ്സ് എടുത്തിട്ട് ചായയും കുടിച്ച് കപ്പുമായിട്ട് അവൻ താഴേക്ക് ചെന്നു. സന്ദീപിനെ കണ്ട് അവൾ പുഞ്ചിരിച്ചു. അത് കണ്ടിട്ട് അവൻ മൈൻഡ് ചെയ്യാതെ ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. പ്രിയ അത് കണ്ട് ചിരിച്ചുകൊണ്ട് രാധികയുടെ അടുത്തേക്കും പോയി. ദിവസങ്ങൾ കടന്നുപോയി. പ്രിയ സന്ദീപിന്റെ ഓരോ കാര്യങ്ങളും ചിട്ടയോടെ ഒരു കുറവുമില്ലാതെ പൂർണ്ണ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരുന്നു. അവന് ഇഷ്ടമുള്ളതൊക്കെ രാധികയിൽ നിന്നും ചോദിച്ചറിഞ്ഞ് അവൾ തന്നെ സ്വയം ഉണ്ടാക്കി കൊടുത്തു. അവനിൽ നിന്നും സ്നേഹത്തോടെ ഒരു വാക്ക് പോലും കിട്ടിയില്ലെങ്കിലും അവൾ സ്വയം ആശ്വസിച്ചുകൊണ്ടിരുന്നു. ലച്ചുവിന് ഇപ്പോൾ 8ാം മാസമാണ്. രാധികയുടെ ആഗ്രഹപ്രകാരം ലച്ചു അവളുടെ വീട്ടിലാണ്. കൂടെ എപ്പോഴും പ്രിയയുമുണ്ട്. ആനന്ദ് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വരാറുമുണ്ട്. ലച്ചു, നന്ദു വരില്ലേ ഇന്ന്? പ്രിയ ലച്ചുവിനോട് ചോദിച്ചു. അവൾ സമയം നോക്കിയിട്ട് തലയാട്ടി. വരുന്നാ പറഞ്ഞ്, ഇതുവരെ കണ്ടില്ല. ഇനി വരില്ലേ ആവോ? അതും പറഞ്ഞ് ആനന്ദിനെയും നോക്കി അവൾ താടിക്ക് കൈയും കൊടുത്തിരുന്നു. അപ്പോഴേക്കും പുറത്ത് കാർ വരുന്ന കണ്ട് രണ്ടുപേരും അവിടേക്ക് നോക്കി. കാറിൽ നിന്നിറങ്ങുന്ന കാവ്യയെയും ആദിയെയും ആനന്ദിനെയും കണ്ടതും പ്രിയ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്ന് കാവ്യയുടെ കയ്യിൽ നിന്നും മോനെ വാങ്ങി. ഇറങ്ങാൻ നേരം ഇവര് കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ വൈകിയത്, ലച്ചുവിനെ നോക്കി ആനന്ദ് പറഞ്ഞു. അപ്പോഴേക്കും രാധിക വന്ന് അവരെയും കൂട്ടി അകത്തേക്ക് പോയി. ആനന്ദിനെയും ആദിയെയും കണ്ടതും സന്ദീപ് അവരോടൊപ്പം ഓരോന്ന് പറഞ്ഞിരുന്നു. ആനന്ദിനെ കിട്ടിയതും പ്രിയയും ലച്ചു അവന്റെ പിറകെയായി. വാവാച്ചി, എന്നെ മറന്നോടാ? ദേ, ഞാൻ നിന്റെ പ്രിയാമ്മയാ, നീ മറന്നോ? പ്രിയ അവനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അവനത് കേട്ട് പുഞ്ചിരിച്ച് കാണിച്ചു.
പ്രിയ അവനെ ഓരോന്ന് പറഞ്ഞ് കുളിപ്പിക്കുന്നു. അവൾ പറയുന്നിട്ട് അവൻ ഇടയ്ക്കിടെ ചിരിക്കുന്നൊക്കെ സന്ദീപ് നോക്കിക്കൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് അവിടേക്ക് വന്ന് കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി. അത് കണ്ടതും പ്രിയ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിയിരുന്നു. കാവ്യ ആദ്യേണ്ണ പോലെയല്ലേ ഇവൻ? പ്രിയ പറഞ്ഞു. കാവ്യത കേട്ട് ചിരിച്ചു. വാശി നിറഞ്ഞ സ്വഭാവമൊത്തം ഇവിടെ അവന്. ആദി പറഞ്ഞു. കാവ്യ ചുണ്ടിയുളുക്കി കാണിച്ചു. സന്ദീപ് അവനെ കൊഞ്ചിക്കുന്ന കണ്ടതും ആനന്ദ് ആദിയെ നോക്കി ചിരിച്ചു. ഇങ്ങനെ കൊഞ്ചിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരാള്? പെട്ടെന്ന് കാവ്യ ചോദിച്ചു. പ്രിയ അത് കേട്ട് സന്ദീപിനെ നോക്കി. അവളുടെ ഉള്ളിലും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സന്ദീപ് ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടതും പ്രിയ വിഷമത്തോടെ എല്ലാവരെയും നോക്കിയതും അവർ കണ്ണടച്ച് കാണിച്ചു. അത് കണ്ടവൾ പുഞ്ചിരിച്ചു. ആനന്ദ് ലച്ചുവിനോടൊപ്പം സമയം ചെലവിട്ടുകൊണ്ടിരുന്നു. കുഞ്ഞിന്റെ ഓരോ അനക്കങ്ങളും ലച്ചു അവന് കാണിച്ചു കൊടുത്തു. ഇടയ്ക്കിടെ തെളിഞ്ഞു വരുന്ന ഓരോ ഭാഗവും കണ്ട് അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അതിനൊപ്പം വേദന കൊണ്ട് ഇടയ്ക്കിടെ ചുളിയുന്ന അവളുടെ മുഖം അവനിൽ വേദന തോന്നി. നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എനിക്ക് വേണ്ടി? ആനന്ദ് അവിടെ വയറ്റിൽ തടവിക്കൊണ്ട് ചോദിച്ചു. നമുക്ക് വേണ്ടിയില്ല ഏട്ടാ, വാ വരാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു നീയോ എൻ്റെ ലോകം, എന്നും എനിക്കൊപ്പം ഉണ്ടാവണം നീ. പിന്നതേ ഇവിടെയുള്ളയാളും. ആനന്ദ് അവിടെ വയറ്റിൽ പതിയെ തൊട്ടുകൊണ്ട് പറഞ്ഞതും ലച്ചു അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് വയറ്റിൽ വല്ലാത്ത വേദന തോന്നിയതും ലച്ചു അവനെ മുറുകെ പിടിച്ചു. എന്തുപറ്റി ലച്ചു? വേദന കൊണ്ട് മുറുകുന്ന അവളുടെ മുഖം കണ്ടവൻ ചോദിച്ചു. അറിയില്ല ഏട്ടാ, വല്ലാത്ത വേദന, എനിക്ക് സഹിക്കാനാവുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് കാലിലൂടെ എന്തോ ഒഴുകുന്ന പോലെ തോന്നിയതും ലച്ചു ഞെട്ടി താഴേക്ക് നോക്കി. വെള്ളം പൊട്ടി ഒഴുകുന്ന കണ്ടതും അവൾ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആനന്ദ കണ്ടതും അവളെ എടുത്തുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് അവളെ കാറിലേക്ക് കയറ്റി. നന്ദു വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അപകട. ആദി പറഞ്ഞതും അത് കേട്ട് ആനന്ദ് ലച്ചുവിനെ നോക്കി. അവൾ വേദന കൊണ്ട് കരയുകയായിരുന്നു. ആരെയും കാത്തു നിൽക്കാതെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അതൊക്കെ കണ്ടതും സന്ദീപിന്റെ ഉള്ളിലൂടെ ഒരു ഭയം കടന്നുപോയി. അവന്റെ അമ്മയുടെ കാര്യം അവന്റെ ഓർമ്മയിൽ കടന്നു വന്നു. രാധിക എല്ലാം എടുത്തു വന്നു പ്രിയയോടും കാവ്യയോടും പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ തന്നെ അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. ആനന്ദ് ടെൻഷൻ അടിച്ച് അവിടെ തന്നെ ഒരേ നിൽപ്പായിരുന്നു. സന്ദീപാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. നീ ടെൻഷൻ ആവേണ്ട, അവൾക്കൊന്നുമില്ല. ആദ്യം അവനെ സമാധാനിപ്പിച്ചു. ഒരുപാട് സമയത്തിന് ശേഷം അവൾക്ക് മുന്നിൽ ഡോർ തുറന്നു. ആനന്ദ് പെട്ടെന്ന് അവിടെ അടുത്തേക്ക് ചെന്നു. കയ്യിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കണ്ടതും അവന്റെ കണ്ണ് വിടർന്നു. ഇളം പിങ്ക് നിറത്തിൽ കണ്ണുകൾ പൂട്ടിക്കിടക്കുന്ന കുഞ്ഞിനെ അവൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. ചുവന്ന ഇളം ചുണ്ടും മൂക്കും കൈയും ഒക്കെ ആനന്ദ് കൗതുകത്തോടെ നോക്കി. ചുറ്റും എന്തൊക്കെയോ പറയുന്നൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. മോള, നേഴ്സ് പറഞ്ഞതും ആനന്ദ് അത് കേട്ട് പുഞ്ചിരിച്ചു. എന്നെ ലച്ചു, അവൻ പെട്ടെന്ന് ചോദിച്ചു. അവർ കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. കുഴപ്പമൊന്നുമില്ല, മയക്കത്തില്ല. സമയത്തെത്തിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ആരും ടെൻഷൻ ആവണ്ട, കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. ഞാനൊന്ന് കണ്ടോട്ടെ അവളെ. ഒരാൾ കയറാം, പെട്ടെന്ന് ഇറങ്ങണം. അതും പറഞ്ഞ് അവർ പോയതും ആനന്ദ് അകത്തേക്ക് ചെന്നു. വാടിത്തളർന്നു കിടക്കുന്ന ലച്ചുവിനെ കണ്ട് അവൻ അവളെ തലോടി. അത് മനസ്സിലായ പോലെ അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? അവൻ ചോദിച്ചതും അവൾ കണ്ണു ചിമ്മി കാണിച്ചു. മോളാ, അവൻ പറഞ്ഞതും അവൾ അതിനും പുഞ്ചിരിച്ചു. ആരെ പോലെ ഏട്ടാ? നിന്നെ പോലെ. അത് പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഞാൻ പുറത്ത് കാണും, റെസ്റ്റ് എടുക്കുക. അവൾ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. ലച്ചുവിനെ റൂമിലേക്ക് മാറ്റിയതും എല്ലാവരും വന്ന് അവളെ കണ്ടു. പ്രിയാണെങ്കിൽ കുഞ്ഞിനെ കണ്ടതിന് ശേഷം കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. കാവ്യ വിളിച്ചപ്പോഴാണ് ലച്ചു കുഞ്ഞിന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്ത്. വാ പോവാം. കാവ്യ പറഞ്ഞു. പ്രിയ കുഞ്ഞിനെ ഒന്നുകൂടി നോക്കിയിട്ട് ലച്ചുവിനോട് പറഞ്ഞിറങ്ങി. അമ്മയും രാധികയും ഹോസ്പിറ്റലായത് കാരണം പ്രിയ കാവ്യയുടെ കൂടെ വീട്ടിലേക്ക് പോയി. ആനന്ദ് ലച്ചുവിന്റെ ഒപ്പം തന്നെയുണ്ട്. സന്ദീപ് കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിപ്പാണ്. ഇവള് ലച്ചുവിനെ പോലെയുണ്ട്. കുഞ്ഞിലെ ലച്ചു ഇങ്ങനെയായിരുന്നു. സന്ദീപ് കുഞ്ഞിനെ നോക്കി പറഞ്ഞു. അത് കേട്ട് ലച്ചു ആനന്ദും പരസ്പരം നോക്കി ചിരിച്ചു. ആനന്ദ് കുഞ്ഞിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പതിയെ തലോടി. കുറച്ചു കഴിഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങിയതും നേഴ്സ് വന്ന് ഫീഡിങ്ങിന് വേണ്ടി എല്ലാവരെയും അവിടുന്ന് മാറ്റി. ലച്ചു കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ചു. നിനക്ക് ആഗ്രഹമുണ്ടല്ലേ പ്രിയെ? വീട്ടിൽ ആൻവിയെ കളിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് നിൽക്കുന്ന പ്രിയെ നോക്കി കാവ്യ ചോദിച്ചു. ഒരു കുഞ്ഞ് വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടല്ലേ? അത് കേട്ടതും പ്രിയയുടെ മുഖം മങ്ങി. എനിക്ക് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സന്ദീപിന് ഇന്നും എന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാ ഞാൻ എൻ്റെ ആഗ്രഹത്തിനോട് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്ത്. എനിക്ക് കൊഞ്ചിക്കാൻ എൻ്റെ ആൻവി മോനില്ലേ, പിന്നെ ലച്ചുവിൻ്റെ മോളില്ലേ? പ്രിയ വേദനയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവർ രണ്ടും നിനക്ക് സ്വന്തം മക്കൾ തന്നെയാണ്. അങ്ങനെ നീ കാണുന്നു, അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ സ്വന്തമായിട്ടുള്ളൊരു കുഞ്ഞെല്ലാവരുടെയും ആഗ്രഹം. നിന്റെ സന്തോഷം കാണുമ്പോൾ നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. നീ മാത്രം മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? എന്നെ മനസ്സിലാക്കാൻ അവനായിട്ടില്ല. സാര കാവ്യ, എന്നോടുള്ള അവൻ്റെ ദേഷ്യമെങ്കിലും ഇപ്പോൾ മാറിയല്ലോ, അതിനെ എൻ്റെ സന്തോഷം. ഇതൊക്കെ മതിയടി, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാം. പ്രിയ അതും പറഞ്ഞ് മോനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. കാവ്യ അവളെ നോക്കിയിട്ട് വെളിയിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞതും ലച്ചുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സന്ദീപ് പ്രിയ അവിടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. മോൾക്ക് എന്ത് പേരായിരുന്നു? മോളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ആനന്ദിനെ നോക്കി അവൾ ചോദിച്ചു. അതൊക്കെ സർപ്രൈസ്, സമയമാവുമ്പോൾ നീ അറിയും. ആനന്ദാവും പറഞ്ഞ് മോളെ കയ്യിലേക്ക് എടുത്തു.
മോൾ അവനെ നോക്കിയതും ആനന്ദ് കുഞ്ഞിന്റെ കയ്യിൽ പതിയെ തടവി. ആനന്ദ് കുഞ്ഞിനെ ലച്ചുവിന്റെ അടുത്തായി കിടത്തി. നമ്മുടെ കൊച്ചു ലോകത്തേക്ക് വന്ന മാലാഖയെ അവള്, നമ്മുടെ പൊന്നുമോള്, എനിക്ക് നീ നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ആനന്ദ് അവളെയും മോളെയും നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു പുഞ്ചിരിച്ചു. ഇനി ഇവൾക്കൊരു കൂട്ടുവേണ്ടേ ലച്ചു? ആനന്ദ് ചോദിച്ചു. ലച്ചു അവനെ തുറിച്ചു നോക്കി. ഒന്ന് കഴിഞ്ഞ് പെറ്റ് എണീറ്റിട്ടില്ല, അപ്പോഴേ അടുത്ത്. ഇന്നലെ നീ ഇങ്ങനെയല്ലോ പറഞ്ഞേ? അത് പിന്നെ മോളെ കാണുമ്പോൾ വീട് നിറച്ചും പിള്ളേര് വേണം തോന്നുവാടി. എന്നാ പിന്നെ ഏതെങ്കിലും സ്കൂള് വാടകയ്ക്ക് എടുക്കാൻ തന്നു. അവൻ പറഞ്ഞു കേട്ട് ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്ന പ്രിയ പറഞ്ഞു. ആനന്ദ് അത് കേട്ട് ചമ്മലോടെ അവളെ നോക്കി. ഞാൻ വെറുതെ പറഞ്ഞു, നീ ആരോടും പോയി പറയരുത് കേട്ടോ. അതെനിക്ക് മനസ്സിലായി, ഞാരോടും പറയില്ല. അവൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ മോളെ എടുത്തു. ലച്ചു അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ലച്ചു, സമയം വൈകി. ആനന്ദ് അത് പറഞ്ഞ് എഴുന്നേറ്റതും ലച്ചു തലവിളിക്കി. മോളെ നെറ്റിയിൽ ഒന്നുകൂടി ചുംബിച്ച് ലച്ചുവിനൊന്നു കൊടുത്ത് അവൻ ഇറങ്ങിയതും പ്രിയ അത് കണ്ട് ചിരിച്ചുകൊണ്ട് മുഖം മാറ്റി. രാത്രി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും പ്രിയ റൂമിൽ നിന്ന് താഴേക്ക് പോകുന്ന കണ്ട് സന്ദീപ് ഉറക്കത്തിൽ തല ഉയർത്തി നോക്കി. എന്താ ലച്ചു, മോള് കരയുന്നതിനാ? പ്രിയ ഓടി വന്ന് ചോദിച്ചു. രാധിക മോളെയും കൊണ്ട് നടക്കുന്ന കണ്ട് അവൾ അടുത്തേക്ക് ചെന്നു. അറിയില്ല പ്രിയെ, ഫീഡിങ് ചെയ്താ എന്നിട്ട് കരയുന്നു. അമ്മ കുറെ നേരമായി കൊണ്ടുനടക്കുന്നു, എന്നിട്ടും മാറുന്നില്ല. ലച്ചു പറഞ്ഞു. പ്രിയ മോളെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി. രാധികയുടെ മുഖത്ത് ഉറക്കക്ഷീണം കണ്ട് പ്രിയ പറഞ്ഞു. ആന്റി പോയി കിടന്നു, മോളെ ഞാൻ നോക്കിക്കോളാം. പ്രിയ പറഞ്ഞു. രാധിക ലച്ചുവിനെ നോക്കി. അവൾ ചിരിച്ചവൻ രാധിക മുറിയിലേക്ക് പോയി. പ്രിയ മോളെയും കൊണ്ട് അവിടേക്ക് നടക്കാൻ തുടങ്ങി. ലച്ചു അതൊക്കെ നോക്കിക്കൊണ്ട് കിടന്നു. പ്രിയ പാട്ടുപാടി മോളെ ഇറക്കാൻ തുടങ്ങിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തി ഉറക്കം തുടങ്ങി. ആഹാ, നിന്റെ പാട്ടേറ്റല്ലോ പ്രിയെ, ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിവിടെ ഇരിക്കാം, മോൾ ഉണരുമ്പോൾ അറിയാലോ. നീ കിടന്നു, നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇവള് സ്വന്തം മോള് തന്നെയാ, ഞാൻ നോക്കിക്കോളാം. പ്രിയ പറഞ്ഞു. ലച്ചു എന്തൊക്കെയോ ഓർത്ത് ഉറക്കത്തിലേക്ക് വീണു. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് പോയ ആളെ കാണാതെ സന്ദീപ് മടിച്ച് പുറത്തേക്ക് വന്ന് നോക്കി. പ്രിയയെ കാണാതെ ലച്ചുവിന്റെ റൂമിലേക്ക് വന്നു. ഉറക്കൊഴിച്ച് മോളെ തന്നെ നോക്കിയിരിക്കുന്ന പ്രിയയെ കണ്ട് അവന്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. അത് കണ്ടതും അവനൊന്നും മിണ്ടാതെ തിരിച്ച് റൂമിലേക്ക് നടന്നു. കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവന്. ഇന്നുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇത്രയും അവഗണന കാണിച്ചിട്ടും പരാതി പറഞ്ഞിട്ടില്ല. സന്ദീപ് സ്വയം എന്തൊക്കെയോ ഓർത്തുന്ന പോലെ അവിടെ ഇരുന്നു. അവന് ഉറങ്ങാനായില്ല. രാവിലെ എപ്പോഴോ കണ്ണു തുറന്നു. ബെഡിൽ കിടക്കുന്ന പ്രിയയെ കണ്ട് അവൻ സ്വയം ഒന്ന് നോക്കി. ഇരുന്നുറങ്ങിയ താനിങ്ങനെ ഇപ്പോൾ കിടക്കുന്നു എന്ന് ആലോചിച്ചതും കണ്ണ് പ്രിയയിൽ ചെന്ന് പതിഞ്ഞു. അവൾക്ക് ഏട്ടന് ഇഷ്ടം. അത് ഇന്നോ നിലയിൽ ഉണ്ടായതല്ല. ഞങ്ങളൊക്കെ രക്ഷിച്ചാന്ന് മുതൽ ആളുടെ ഉള്ളിൽ അറിയാതെ ഏട്ടന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ. അത് തിരിച്ചറിയാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. അവളെ വേദനിപ്പിക്കരുത്, കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. പാവ അവള്. ലച്ചുവേച്ചിക്ക് വേദനിച്ച ഏട്ടനെ സഹിക്കോ, അതുപോലെ അവൾക്ക് വേദനിച്ച എനിക്കും സഹിക്കില്ല. കാവ്യ എന്ന് പറഞ്ഞൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൻ കുറച്ചേരം അവളെ തന്നെ നോക്കി എന്തൊക്കെയോ ഓർത്ത് കിടന്നു. പ്രിയ രാവിലെ എണീറ്റതേ സന്ദീപിനെ കാണാതെ അവിടെ ആകെ നോക്കി. സമയം 10 കഴിഞ്ഞു എന്ന് കണ്ടതും അവൾ ചാടിക്കൂടി എണീറ്റു. പെട്ടെന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു. മോൾ ഇന്നലെ കിടന്നപ്പോൾ വൈകിയല്ലേ, രാവിലെ കാണാഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു മോൾ ഇന്നലെ പിന്നെ എണീറ്റില്ലെന്നാ ലച്ചു പറഞ്ഞത്. രാധിക പറഞ്ഞു. പ്രിയ സന്ദീപിനെ നോക്കി. എന്നത്തേക്കാളും വ്യത്യസ്തമായി ഇന്ന് അവന്റെ മുഖത്ത് ചെറിയൊരു ചിരിയുണ്ട്. അത് കണ്ടും പ്രിയ ചിരിച്ചുകൊണ്ട് ലച്ചുവിന്റെ റൂമിലേക്ക് ചെന്നു. ബെഡിൽ കണ്ണു തുറന്ന് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവളുടെ അടുത്തായി പ്രിയ ചെന്നിരുന്ന് കളിപ്പിക്കാൻ തുടങ്ങി. ആഹാ, നീയോ? ലച്ചു മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു. ആന്റി ആളില്ല, ഞാൻ മോളെ കാണാനെങ്കിൽ പോകുന്നു. നിന്റെ പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. ഇനി മുതൽ രാത്രി എഴുന്നേരം കിട്ടിയ അവൾ ഉറങ്ങിക്കോളും, ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, ഇനി എന്നും മോളെ ഞാൻ ഉറക്കിക്കോളാം, പ്രിയ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാം ശരിയാവും, ഞാൻ ഏട്ടനോടും സംസാരിക്കുന്നുണ്ട്, ലച്ചു പ്രിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ അതിന് പുഞ്ചിരിച്ചു. ആഹാരം കഴിഞ്ഞ് സന്ദീപ് നേരെ പോയത് വരുണിന്റെ അടുത്തേക്കാണ്. അവന്റെ അടുത്ത് ചെന്ന് എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ് സന്ദീപ്. എന്താടാ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെടുത്തിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്? എടാ, അത് പിന്നെ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്നാ പിന്നെ പറയും, അതിനല്ലേ വന്ന ഇവിടെ. എടാ, അത് പിന്നെ എനിക്കെന്തോ ഒരു കുറ്റബോധം. എന്തിന്? നീ അതിനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നല്. മനസ്സിലായില്ല? എടാ, അത് പിന്നെ പ്രിയയില്ലേ, പ്രിയ നിന്റെ ഭാര്യയല്ലേ, അതിനിപ്പോ എന്നതാ? ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്, ഇങ്ങനെ ഇടക്കേറി ചോദിക്കാതെ. എടാ, അവൾക്ക് എന്നോട് പ്രണയാണെന്ന്. അതിപ്പോഴാണ് നീ അറിയുന്നത്? അന്ന് കാവ്യ പറഞ്ഞല്ലേ. എടാ, അതല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൾ ഇത്രയും ദിവസം എല്ലാം സഹിച്ച്. ഞാൻ അവൾ ഒരുപാട് അവഗണിച്ചു, എന്നിട്ട് അവൾ എന്നെ വിട്ട് പോയില്ലടാ. അതെന്താ, പോണായിരുന്നോ? പോകാൻ വേണ്ടിയാ ഞാൻ കാണിച്ച്, പക്ഷെ അവൾ പോയില്ല. അതിനർത്ഥം എന്താടാ? എന്താ, അവൾക്ക് നിന്നോട് അത്രയും ഇഷ്ടമാണെന്ന്? അപ്പോൾ ആ ഇഷ്ടം അവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? സന്ദീപ് ചോദിച്ചോ. വരുൺ അവനെ നോക്കി. എടാ, അത് പിന്നെ വേടിയെ മറക്കാൻ എനിക്കാവില്ല, പക്ഷെ ഇനിയും ഞാൻ കാരണം പ്രിയ വേദനിക്കുന്ന കാണാൻ എനിക്കാവില്ല. അവൾക്ക് എല്ലാവരോടുള്ള സ്നേഹം കാണുമ്പോൾ ഞാൻ അവളോട് കാണിക്കുന്നത് തെറ്റാണെന്നൊരു തോന്നല്. നീ രണ്ടാമത് പറഞ്ഞ ഓക്കെ, പക്ഷെ ആദ്യം പറഞ്ഞിനി വേണ്ട സന്ദീപ്. വേണി, അവൾ ഈ ലോകത്തുനിന്ന് പോയിട്ട് നാളുകൾ ഒരുപാടായി. നിന്റെ ഉള്ളിൽ അവൾ ആരാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇനി അത് വേണ്ട. ഇത്രയും നാൾ ഞാനത് പറയാത്തത് നീ ഒറ്റക്കായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
നിനക്കൊരു ഭാര്യയുണ്ട്. നിന്റെ മനസ്സിൽ ഇനി അവൾ മാത്രമായിരിക്കണം. വേണി നിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് പ്രിയ നിനക്ക് അംഗീകരിക്കാനാവാത്ത നിന്റെ ഉള്ളിനുള്ളിൽ അവളുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി നിന്റെ മനസ്സിൽ എന്നും പ്രിയ മാത്രമായിരിക്കണം. എടാ ഞാൻ വേണ്ടടാ, നിന്നെ എനിക്കറിയാം, എല്ലാം അറിയാം എനിക്ക്. നിനക്ക് ജീവിക്കാൻ ഒരുപാടുണ്ട്. നമ്മുടെയൊക്കെ സന്തോഷമാണ് അവളുടെ സന്തോഷം. നീ സന്തോഷമായി ജീവിക്ക്. കഴിഞ്ഞതൊക്കെ മറന്ന്. ഞാനല്ലേ പറയുന്നത്, നിന്നെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവർ വേണം നീ ചേർത്ത് പിടിക്കാൻ. അതുകൊണ്ട് പ്രിയെ നീ വേദനിപ്പിക്കരുത്. നിന്നെ മനസ്സിലാക്കിയോണ്ടാ അവൾ നിന്നെ ഇന്നുവരെ ഒന്നിനും നിർബന്ധിക്കാത്തത്. ഇപ്പോഴെങ്കിലും നിനക്കൊരു കുറ്റബോധം തോന്നിയത് നല്ലതിനാ. എല്ലാം മനസ്സിലാക്കി ജീവിക്കുക. വരുൺ പറഞ്ഞു. സന്ദീപ് അതിനൊന്ന് മൂളി. അവൻ കുറച്ചേരം കൂടി അവിടെ ചെലവിട്ടുകൊണ്ട് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന ഒരു രാധിക കുഞ്ഞിനെ കുളിപ്പിക്കാൻ നോക്കി നിൽക്കുന്ന പ്രിയെ കണ്ട് അവന് നിമിഷം അവളെ തന്നെ നോക്കി. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ അകത്തേക്ക് കയറി. പ്രിയ! പെട്ടെന്നുള്ള സന്ദീപിന്റെ വിളി പ്രതീക്ഷിക്കാതെ കേട്ടതും പ്രിയ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് കണ്ടതും രാധിക അവളെ നോക്കി ചിരിച്ചു. മോള് ചെല്ല്, എന്തെങ്കിലും ആവശ്യം കാണും, രാധിക പറഞ്ഞു. പ്രിയ സംശയത്തോടെ റൂമിലേക്ക് നടന്നു. അവന്റെ വിളി കേട്ടത് റൂമിൽ നിന്ന് ലച്ചു ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് വരുണിനെ വിളിച്ചു. താങ്ക്സ് പറഞ്ഞു. തന്നേക്കാൾ നന്നായി വരുൺ പറഞ്ഞാൽ അവൻ മനസ്സിലാക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്താ സന്ദീപ്? പ്രിയ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. അത് എനിക്ക് കുറച്ച് വെള്ളം വേണം. അവൻ പറഞ്ഞു തീരേണ്ട താമസം അവൾ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് എടുത്തു. വേറെന്തെങ്കിലും വേണോ? പ്രിയ ചോദിച്ചു. അവൻ വേണ്ടെന്ന മട്ടിൽ തലയാട്ടി. എന്നാ താഴേക്ക് പോയിക്കോട്ടെ? അവൻ പറഞ്ഞു. പ്രിയ സന്തോഷത്തോടെ താഴേക്ക് പോയി. അവളുടെ മനസ്സ് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ലച്ചുവിനോട് കാര്യം പറഞ്ഞു. അവൾക്കും സന്തോഷമായി. ഇനി എല്ലാം ശരിയാവും, ലച്ചു പറഞ്ഞു. പ്രിയ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. സന്ദീപ് അതൊരു മതിലിനപ്പുറം നിന്ന് കണ്ടു. അവന്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും സന്ദീപിന് പ്രിയയുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങി. ഓരോന്നിനും അവളോട് അഭിപ്രായം ചോദിക്കാനും സംസാരിക്കാനൊക്കെ വന്ന് തുടങ്ങി. അത് അവളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. ഇന്ന് ലച്ചുവിന്റെ ആനന്ദിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അതെ, ആ കബോർഡിലൊരു കവറിരിപ്പുണ്ട്, അത് നിനക്കാ. റെഡിയായി താഴേക്ക് പോകും മുമ്പ് സന്ദീപ് പ്രിയോടായി പറഞ്ഞു. അവൾ അത് കേട്ട് ആകാംക്ഷയോടെ ചെന്ന് നോക്കി. കവറ് തുറന്നു ഒരു ചുവന്ന സാരി കണ്ട് പ്രിയ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. പ്രിയ അതൊക്കെ എടുത്ത് സുന്ദരിയായി വന്നതും സന്ദീപ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ലച്ചു കസവ് സാരിയാണ് വേഷം. കുഞ്ഞിന് അതുപോലെ തുന്നിച്ചൊരു പാവാടയുടുപ്പ് ഇടിയിച്ചിട്ടുണ്ട്. ആനന്ദ് വെള്ളമുണ്ടും ഷർട്ടുമാണ്. അത് ലച്ചുവിന്റെ നിർബന്ധം കൊണ്ട് ഇട്ടതാണ്. സുന്ദരിയായിട്ടുണ്ട് നീയും നമ്മുടെ മോളും. ആനന്ദ് ലച്ചുവിനെ ചേർത്ത് പിടിച്ച് മോളെ നോക്കി പറഞ്ഞു. ഏട്ടനും സുന്ദരനായിട്ടുണ്ട്. ഇനി ഇങ്ങനെ പറയൂ, മോളുടെ പേരിടാൻ പോകുന്നത് എന്താണെന്ന്? അത് സമയമാകുമ്പോൾ നീ അറിയും. കുറച്ച് നിമിഷം കൂടി, നിനക്കിഷ്ടാവും. ആനന്ദ് പറഞ്ഞു. ലച്ചു അവനെ നോക്കി പിണക്കനടിച്ച് നിന്നു. ഇങ്ങനെ പിണങ്ങാതെടി ഭാര്യയെ, കുറച്ച് കഴിയുമ്പോൾ അറിയാലോ. നമ്മുടെ മോൾക്ക് ഏറ്റവും നല്ല പേര് തന്നെയാണ് കണ്ടുപിടിച്ചത്. നിനക്കത് ഇഷ്ടാവും. ആനന്ദ് പറഞ്ഞു. അവളത് കേട്ട് ചിരിച്ചു. ഗിരി വന്ന് അവരെ വിളിച്ചു. രണ്ടുപേരും അവിടേക്ക് ചെന്നിരുന്നു. കുഞ്ഞിനെ ലച്ചുവിന്റെ മടിയിലായി കിടത്തി. ആനന്ദിന്റെ അമ്മ മോൾക്ക് നൂല് കെട്ടിയത് ആദ്യമെല്ലാം ഫോണിൽ പകർത്തിയെടുത്തു. ഓരോരുത്തരായിട്ട് കുഞ്ഞിനെ ഓരോന്ന് അണിയിച്ചു കൊടുത്തു. പേരിടാം, അച്ഛൻ പറഞ്ഞു. എല്ലാവരും ആനന്ദിനെ നോക്കി. പേര് കണ്ടുവച്ചിട്ടുണ്ടോ മോനെ? ഗിരി അവനെ നോക്കി ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് മോളെ നോക്കി അതേന്ന് കാണിച്ചു. കുഞ്ഞിനെ അവൻ കയ്യിൽ വാങ്ങി മോളുടെ ചെവിയിലേക്ക് ചുണ്ടടുപ്പിച്ചു. ലച്ചു പേരറിയാൻ ആകാംക്ഷയോടെ അവനെ നോക്കി. നില. അവന്റെ ചുണ്ടുകൾ പതിയെ കുഞ്ഞിന്റെ കാതിലേക്ക് അടുപ്പിച്ച് മൊഴിഞ്ഞതും ആ പേര് ലച്ചു വീണ്ടും ഉരുവിട്ടു. അവൻ മോളെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചതും അവളത് കണ്ട് പുഞ്ചിരിച്ചു. പേരെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ രാത്രിയായിരുന്നു. പ്രിയ റൂമിലേക്ക് വന്നു. അങ്ങിങ്ങായി നടക്കുന്ന സന്ദീപിനെ കണ്ട് അവൾ അവനെ നോക്കിയിട്ട് ബെഡ് വിരിച്ചിട്ടു. പ്രിയ! അവൾ കിടക്കാൻ പോയതും അവന്റെ വിളി കേട്ട് അവൾ അവനെ നോക്കി. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, അവൻ പറഞ്ഞു. അത് കേൾക്കാൻ തയ്യാറെന്ന പോലെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സന്ദീപ് അവളെയും കൂട്ടി ബെഡിൽ വന്നിരുന്നു. സോറി. അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പ്രിയ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. നിന്നെ ഇത്രയും നാൾ വേദനിപ്പിച്ചതിന്, മനസ്സിലാക്കാതെ പോയതിന്, അവഗണിച്ചതിന് ഒക്കെ എല്ലാത്തിനും സോറി. നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്കായില്ല. എന്നിട്ടും നീ എന്നെ സ്നേഹിച്ചു. നിന്നോട് കാട്ടിത്തോർത്ത് എനിക്ക് കുറ്റബോധമുണ്ട്. എല്ലാത്തിനും സോറി പ്രിയ, അവൻ പറഞ്ഞു. പ്രിയ വിശ്വാസാവാതെ അവനെ നോക്കി. പെട്ടെന്ന് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നിന്നെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കാത്തത്. നിന്റെ മനസ്സിൽ എന്തായിരുന്നു എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ നഷ്ടമാക്കാൻ വയ്യാതെ ഞാൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞു. അതുകൊണ്ട് നീ കാണിച്ചതൊന്നും എനിക്ക് വേദന തോന്നിയിട്ടില്ല സന്ദീപ്. എന്നെ സ്നേഹിക്കാനാകുമ്പോൾ മാത്രം മതി നിന്റെ സ്നേഹം എനിക്ക്. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. അന്ന് നിന്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പ്രിയ പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കി. എൻ്റെ ഉള്ളിൽ നിന്ന് നീ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എൻ്റെ ജീവിതമൊക്കെ ഞാൻ മറന്നു. എന്നെ സ്നേഹിക്കുന്ന നിന്നെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്കാവില്ല. നിന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ എനിക്കാവും. എൻ്റെ മനസ്സിൽ ഇനി നീയേ ഉണ്ടാവൂ. എൻ്റെ ജീവിതം, എൻ്റെ സ്നേഹം എല്ലാം ഇനി നിനക്ക് വേണ്ടിയാ. ലവ് യു പ്രിയ, സന്ദീപ് പറഞ്ഞു. പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളവനെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചതും സന്ദീപ് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു.
എനിക്ക് വിശ്വസിക്കാം ഈ മാറ്റം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക്. സന്തോഷമായി സന്ദീപ് എനിക്ക്. അവനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നമുക്ക് വേണ്ടി പ്രിയൊരു കൂട്ട്. സന്ദീപ് ചോദിച്ചും അവൾ അവനെ തല ഉയർത്തി നോക്കി. നമുക്ക് വേണ്ടേ നമ്മുടെ മാത്രമായിട്ടൊരു മോനോ മോളോ? അവന്റെ ചോദ്യത്തിന് അവിടെ മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. പരസ്പരം മനസ്സിലാക്കി പ്രണയം പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇരുവരും ജീവിതം തുടങ്ങി. സന്ദീപ് പ്രിയെ പൂർണ്ണ മനസ്സാരെ ചേർത്തു പിടിച്ചു. ഇഷ്ടായ പേര്? ഒത്തിരി ഇഷ്ടായി. നീല അത് പറഞ്ഞ് അവൾ മോളെ നോക്കിയതും അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ്. ഇടയ്ക്കിടെ ഒറ്റയ്ക്ക് പുഞ്ചിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടായി. അച്ഛൻ നൽകിയ പേര്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൂട്ട് നിലാവാണ്. അതുപോലെ നമുക്ക് മരണം വരെയും കൂട്ട് നമ്മുടെ മോളാണ്. നില എന്ന നമ്മുടെ നിലാവ്. ഈ നക്ഷത്രവും നിലാവും എന്നും എൻ്റേത് മാത്രമായിരിക്കും. ആനന്ദ് പറഞ്ഞു. ലജ്ജി ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലേക്കൊരു ബുക്ക് കൊണ്ടുകൊടുത്തു. അന്ന് അവൾ അവന് കൊടുക്കാതെ മാറ്റിവെച്ച ബുക്ക്. ഏട്ടൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണാകുമ്പോൾ ഏട്ടൻ ഇത് വായിക്കുമെന്ന്. ഞാനും ഏട്ടനും നമ്മുടെ മോളും ചേർന്ന് ഇന്നിത് പൂർണ്ണ. അതും പറഞ്ഞ് അവന് നേർക്ക് അവളെ നീട്ടിയതും അവനത് വാങ്ങി തുറന്നു നോക്കി. എൻ്റെ ഇത് മാത്രമെന്ന് മുന്നിൽ എഴുതിയതിന് താഴെ മൈ ലവ് ആൻഡ് മൈ ലൈഫ് എന്നെഴുതിയത് കണ്ട് അവൻ അവളെ നോക്കി. ഏട്ടനും നമ്മുടെ നിലമോളും. അവൾ പറഞ്ഞതും ആനന്ദ് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ പേജും തുറന്നു നോക്കി. മോൾക്ക് വേണ്ടി അവൾ എഴുതിയതായിരുന്നു അതിലെ ഓരോ പേജുകളും. അവസാനം അവരുടെ 3 പേരുടെ അന്നത്തെ ദിവസം എടുത്ത ഫോട്ടോ കണ്ടതും ആനന്ദ് അതിലേക്ക് നോക്കിയെന്ന് തലോടി. ആദ്യമായിട്ടും കൊണ്ടുവന്ന എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നില വളരുമ്പോൾ ആൾ കൊടുക്കാൻ ഈ അമ്മയുടെ ഗിഫ്റ്റ്. അതും പറഞ്ഞ് ലക്ഷ്മോളെ കയ്യിലെടുത്ത് അവൻ്റെ അടുത്തായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഭാഗ്യമായിരുന്നു നീ എനിക്ക്. ഇപ്പം നമ്മുടെ മോളും എൻ്റേത് മാത്രമായി എനിക്ക് ദൈവം തന്ന ഭാഗ്യം. എനിക്ക് കൂടെ ഉണ്ടാവണമെന്നും എൻ്റെ മരണം വരെയും എൻ്റേത് മാത്രമായി ഉണ്ടാവും. മരണം വരെയും. ആ മരണത്തിന് പോലും നമ്മൾ പിരിക്കാനാവില്ല. ലച്ചു പറഞ്ഞതും ആനന്ദ് അവളെയും മോളെ ഒരുമിച്ച് അവനിലേക്ക് ചേർത്തണച്ചു. അവിടെ നിന്ന് വീണ്ടും തുടങ്ങിയായിരുന്നു അവരുടെ പ്രണയവും ഇണക്കവും പിണക്കവും നിറഞ്ഞ ജീവിതം. അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവും സ്നേഹവും കണ്ടു തന്നെ അവൾ വളർന്നു. അവരുടെ നില എന്ന നിലാവ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ ഡെവിൾസ് ലവ് ചെകുത്താൻ്റെ പ്രണയം ആരംഭിക്കുന്നതാണ്.